മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, സ്പേസ് ചാനലിൻ്റെ വചനവിരുന്നിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വചന വിചിന്തനത്തിനായിട്ട് തരിക വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 60 മുതൽ 69 വരെയുള്ള വാക്യമാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് ക്രിസ്തു പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു വാക്യത്തെയാണ്, ഒരു വചനഭാഗത്തെയാണ് നമ്മളിന്ന് ധ്യാനിക്കുകയും പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഈശോയുടെ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പഠനം ശ്രോതാക്കളിൽ ഇടർച്ചയും ശിഷ്യന്മാരിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ഈ ഒരു വചനഭാഗത്തിന് ഏറ്റവും ആധാരമായി നിൽക്കുക വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളാണ്. പ്രിയമുള്ളവരെ, ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന ഒരു സ്ഥാപക വചനങ്ങൾ വിവരിക്കുന്ന വചനങ്ങളെല്ലാം സമാന്തര സുവിശേഷത്തിലും അതുപോലെ തന്നെ വിശുദ്ധ പൗലോസ്ലിഹായുടെ ലേഖനത്തിനും നമ്മൾ വളരെ വിശുദ്ധമായിട്ട് വായിക്കുന്നുണ്ട്. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അപ്രകാരം ഒരു യൂക്രിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നമ്മൾ വായിക്കുന്നില്ല. അതിനെക്കുറിച്ച് സഭാപിതാക്കന്മാരെ വളരെ ഗഹനമായി പഠിക്കുകയും അതിനുശേഷം അവർ പറയുന്നത് ഇപ്രകാരമാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ക്രിസ്തു വിശുദ്ധ കുർബാനയെക്കുറിച്ച് പലയിടങ്ങളിലും വളരെ വിശുദ്ധമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതിന് ഏറ്റവും ഉദാഹരണമാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. അതിനുശേഷം അതിന് തുടർന്ന് വരുന്ന വചന ഭാഗങ്ങളിലെ സുവിശേഷ ഭാഗങ്ങളിലൊക്കെ ഈശോ വിശുദ്ധ കുർബാനയെക്കുറിച്ച് വളരെ മനോഹരമായിട്ട്, വളരെ ഗഹനമായിട്ട്, വളരെ ആഴമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വിശുദ്ധ കുർബാനയെക്കുറിച്ച് യോഹന്നാൻ അന്ത്യത്താഴ വേളയിൽ വിവരിക്കാതിരുന്നത് എന്നാണ് സഭാപിതാക്കന്മാർ ഇതിനെക്കുറിച്ച് പറയുക. അപ്പോൾ ഇന്നത്തെ വചനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിന് ആധാരമായി നിൽക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതലുള്ള തിരുവചന ഭാഗമാണെന്ന് ഞാൻ പറയുകയുണ്ടായി. ആ 6-ാം അധ്യായത്തെ നമ്മൾ ഭാഗങ്ങളായിട്ട് തിരിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ കാണുക ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നതായിട്ടാണ്. ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ പഠിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈശോ അന്ത്യത്താഴ വേളയിൽ അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകുന്ന അതിൻ്റെ തനി ആവർത്തനം തന്നെയാണ് നമ്മൾ അപ്പം മുറിക്കുന്ന ആ ഒരു വേളയിൽ കണ്ടുമുട്ടുക. വിശുദ്ധ കുർബാനയുടെ അതേ ആവർത്തനമായിട്ട് തന്നെയാണ് അപ്പം വർദ്ധിപ്പിക്കുന്ന ആ ഒരു വചനഭാഗത്തെ നമ്മൾ കാണുക. അതിനുശേഷം നമ്മൾ വായിക്കുന്നത് പ്രകാരമാണ് ഈശോ വെള്ളത്തിന് മീതെ നടക്കുന്നതായിട്ട് വായിക്കുന്നു. അതിനുശേഷമാണ് ഈശോ പഠിപ്പിക്കുന്നത്, ഞാനാണ് ജീവൻ്റെ അപ്പം, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുന്നവനിൽ നിത്യജീവനുണ്ട്. ഈ ഒരു വചനത്തെ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ഭാഗത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ശ്രോതാക്കളായിട്ട് ഈശോയുടെ ചുറ്റും കൂടിയിരുന്ന ശിഷ്യന്മാർ പരിഭ്രാന്തരാവുകയാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ശരീരം ഭക്ഷിക്കുവാനും ഒരു മനുഷ്യൻ്റെ രക്തം പാനം ചെയ്യുവാനും സാധിക്കുക? ഈ ഒരു വചനഭാഗത്തെ അവർക്ക് വളരെ കഠിനമായിട്ട് തോന്നുകയാണ്. ഈശോയുടെ ശിഷ്യന്മാരെ കുറിച്ച് പറയുമ്പോൾ ഈശോയുടെ ചുറ്റും ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു. ഈശോൻ്റെ വാക്കുകൾ കേൾക്കുവാനും ഈശോയുടെ അത്ഭുതങ്ങൾ കാണുവാനും ഒക്കെ ആയിട്ടാണ് ഒരുപാട് ശിഷ്യന്മാർ ഈശോയുടെ കൂടെ കൂടിയിരുന്നത്. അങ്ങനെ ഒരുപാട് ശിഷ്യന്മാർ കൂടി നിൽക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ക്രിസ്തു ഈ വചനഭാഗത്ത് വ്യാഖ്യാനിക്കുന്നത്, വിശുദ്ധ കുർബാനയെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത്. പ്രിയമുള്ളവർ, ആ വചനം കേട്ട വഴിയെ ഒരുപാട് പേര് ആ ക്രിസ്തുവിൻ്റെ ശിഷ്യത്വം ഉപേക്ഷിച്ച് പോയി എന്നാണ് നമ്മൾ വായിക്കുക. യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ വചനം കഠിനമാണെന്നും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധ്യമല്ല എന്നും തിരിച്ചറിഞ്ഞ അവർ ഉപേക്ഷിച്ച് പോവുകയാണ്, ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് പോവുകയാണ്. സഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഇറങ്ങിപ്പോക്കായിട്ടാണ് ഇതിനെ സഭാപണ്ഡിതന്മാർ വിവരിക്കുക. ഇന്നും സഭയുടെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള പ്രശ്നമായിട്ട് നിലനിൽക്കുന്നത് വിശുദ്ധ കുർബാനയെക്കുറിച്ചിട്ടുള്ള തർക്കങ്ങളാണ്. നമ്മുടെ സഭയുടെ ചരിത്രത്തെ ഒന്ന് പുനരാലോകനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ ചരിത്രത്തെ ഒന്ന് പഠിക്കുമ്പോൾ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി കുർബാനയാണ്. കുർബാനയെക്കുറിച്ച് സഭാപിതാക്കന്മാരെ പഠിപ്പിക്കുന്നത് അത് ഐക്യത്തിൻ്റെ കുദാശയെന്നാണ്, അത് സ്നേഹത്തിൻ്റെ കുദാശയാണ്, അത് അനുരഞ്ജനത്തിൻ്റെ കുദാശയാണ്. ഈ സ്നേഹവും ഐക്യവും അനുരഞ്ജനവും ഇല്ലാതാക്കുവാൻ സാത്താൻ അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളെല്ലാം ഉപയോഗിക്കുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഈ തർക്കങ്ങളൊന്നും പരിഹാരമില്ലാതെ ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ട് നിലനിൽക്കുന്നത് വിശുദ്ധ കുർബാനയാണ്.
ഒരു വ്യക്തിയുടെ നിത്യജീവനിലേക്കുള്ള കവാടമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ക്രിസ്തു വളരെ കർശനമായിട്ടുള്ള ഒരു പഠന രീതി ഉപയോഗിക്കുന്നത്. സുവിശേഷത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തുന്ന ഒരു ഇടയനെ കുറിച്ചാണ് വായിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു വചനം കേട്ട് ഈശോനെ ഉപേക്ഷിച്ച് പോകുന്നവരെ തേടി പോകുന്ന ക്രിസ്തുവിനെ നമ്മൾ കാണുന്നില്ല. പാപിയെ തേടി പോകുന്ന ക്രിസ്തുവിനെ കാണുന്നുണ്ട്. 99നെയും മേയാൻ വിട്ടിട്ട് നഷ്ടപ്പെട്ടു പോയ ഒരു കുഞ്ഞാടിൻ്റെ പിന്നാലെ പോകുന്ന ക്രിസ്തുവിനെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ക്രിസ്തുവിൻ്റെ ഈ വചനത്തെ വ്യാഖ്യാനിച്ച് അത് മനസ്സിലാക്കാതെ ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് പോകുന്നവരെ തേടി പോകുന്ന ക്രിസ്തുവിനെ കാണുന്നില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണം വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് കോംപ്രമൈസുകളില്ലാത്ത ഒരു കുദാശയാണ്. അത് സഭ പഠിപ്പിക്കുന്നത് പോലെ, സഭ വ്യാഖ്യാനിക്കുന്നത് പോലെ ചെയ്യുവാനും അത് അനുഷ്ഠിക്കുവാനും അർപ്പിക്കുവാനും നമുക്ക് കടമയുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ തർക്കങ്ങൾക്കെല്ലാം പരിഹാരം കാണേണ്ടത് ക്രിസ്തുവിൽ നിന്നാണ്. ക്രിസ്തു എടുക്കുന്ന ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്നാണ്. ക്രിസ്തു കോംപ്രമൈസിന് തയ്യാറാകുന്നില്ല. പ്രിയമുള്ളവരെ, ഈ സ്നേഹത്തിൻ്റെ കുദാശയെ നമ്മൾ സമീപിക്കുമ്പോൾ, ഒരു ഐക്യത്തിൻ്റെ കുദാശയെ നമ്മൾ സമീപിക്കുമ്പോൾ സഭയുടെ പഠനങ്ങളോട് ചേർന്നുകൊണ്ട്, സഭാപിതാക്കന്മാരുടെ ആശയങ്ങളോട് ചേർന്നുകൊണ്ട് ബലിയർപ്പിക്കുവാനും പൂർത്തിയാക്കുവാനും നമുക്ക് സാധിക്കണമെന്ന് ഇന്നത്തെ സുവിശേഷം വളരെ ലളിതമായിട്ട് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ളവർ, ഇന്നത്തെ സുവിശേഷം ഓർമ്മിപ്പിക്കുന്ന മറ്റു 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു വചന വ്യാഖ്യാനത്തെ അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈശോയുടെ വചനങ്ങൾ കേട്ട് ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് പോകുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥരാകുന്നത് ഒരിക്കലും ക്രിസ്തു അല്ല, മറിച്ച് ക്രിസ്തു പേര് ചൊല്ലി വിളിച്ച 12 ശിഷ്യന്മാരാണ്. തങ്ങളുടെ കൂടെ നിന്നിരുന്ന ഒരുപാട് ജനങ്ങൾ ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് പോകുന്നു. അവിടെ വിശ്വാസം തന്നെ വളരെ ഷെയ്ക്കാവുന്ന ഒരു സമയം. അപ്പോൾ അവരും ചിന്തിക്കുകയാണ്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുമോ? ക്രിസ്തുവിൻ്റെ വചനങ്ങളെ മുറുകെ പിടിക്കുവാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത ഈ 12 പേരിലും ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അവരുടെ മുഖം ചിലപ്പോൾ ചുവന്നിരിക്കാം, അവർ ഒരുപക്ഷെ അസ്വസ്ഥരായിരിക്കാം. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ വിളിച്ച ക്രിസ്തുവിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് അവർ പിന്നെയും ക്രിസ്തുവിനെ പിന്തുടരുന്നതായിട്ടും സഭയെ സ്ഥാപിക്കുന്നതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചില ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും മനസ്സിലാകാൻ പറ്റാത്ത ചില അവസ്ഥകളുണ്ടാകാം. അപ്പോഴൊക്കെ നമ്മൾ ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ ഉപേക്ഷിച്ച് പോകുന്നവരാണോ എന്ന് ഒരു വിചിന്തനം ചെയ്യുവാൻ ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോൾ, നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ക്രിസ്തു ഉത്തരം നൽകാതെ വരുമ്പോൾ ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് പോകുന്നവരാണോ നമ്മൾ? അങ്ങനെയെങ്കിൽ ആ ഒരു സ്വഭാവത്തെ മാറ്റിയെടുക്കുവാനും ക്രിസ്തുവിൽ കുറേയും കൂടി ആഴപ്പെട്ട ഒരു വിശ്വാസത്തിൽ വളരുവാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഇന്നത്തെ ദിവ്യബലിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ കാര്യം, ക്രിസ്തു ചോദിക്കുകയാണ്. ഉപേക്ഷിച്ച് പോയവർക്ക് എല്ലാം ശേഷം അവശേഷിക്കുന്ന 12 പേരെയുടെയും കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ക്രിസ്തു ചോദിക്കുകയാണ്, നിങ്ങളും പോകുവാൻ ആഗ്രഹിക്കുന്നുവോ? ചോദ്യം വളരെ വ്യക്തമാണ്. നിങ്ങളും പോകുവാൻ ആഗ്രഹിക്കുന്നുവോ? കഠിനമാണ് ഈ ഒരു ജീവിതമെന്നും കഠിനമാണ് ഈ ഒരു കൽപ്പന എന്നും മനസ്സിലാക്കിയതിന് ശേഷവും നിങ്ങൾ തുടരുവാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പ് ക്രിസ്തു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങളും പോകുവാൻ ആഗ്രഹിക്കുന്നുവോ? അവിടെ പത്രോസ്ലീഹ വളരെ ധീരമായിട്ട് പറയുന്നത് ഇപ്രകാരമാണ്, ഞങ്ങൾ എവിടേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുള്ളപ്പോൾ ഞങ്ങൾ എവിടേക്ക് പോകും? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ തിരമാല കണക്കെ അടിക്കുന്ന പ്രശ്നങ്ങൾ ഉയരുമ്പോഴും, നമ്മൾ പാപത്തിൻ്റെ പടുകുഴിയിൽ വീഴുമ്പോഴും, നമ്മുടെ ജീവിതത്തിലെ കുറേ പ്രശ്നങ്ങൾക്ക് ഉത്തരം കിട്ടാതെ കടന്നു പോകുമ്പോഴും നമ്മൾ കടന്നു ചെല്ലേണ്ടിടം അൾത്താരയും ബലിപീഠവുമാണെന്ന് തിരിച്ചറിയുവാൻ ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ബലിപീഠത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം തളരുവാനോ തകരുവാനോ ദൈവം അനുവദിക്കുകയില്ല. അന്ത്യത്താഴവേളയിൽ വിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ ഈ ഗോതമ്പപ്പത്തെ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിയതുപോലെ നമ്മുടെ മുറിയപ്പെടുന്ന ജീവിതങ്ങൾ, നമ്മുടെ മുറിയപ്പെട്ട അവസ്ഥകൾ ക്രിസ്തു എടുത്ത് ഉയർത്തുകയും വാഴ്ത്തുകയും ചെയ്യുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. പ്രിയമുള്ളവരെ, പലപ്പോഴായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴൊക്കെ സംസാരിക്കേണ്ടി വരുമ്പോൾ ഞാൻ പറയുന്ന ഒരു വാക്യമാണ്, അല്ലെങ്കിൽ പറയുന്ന 2 കാര്യങ്ങളാണ്,
നമ്മുടെ ജീവിതത്തിൽ ഏത് അവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിലും നമുക്ക് തിരിച്ചു വരാനുള്ള ഒരു ഉപാധി എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയും കുമ്പസാരവുമാണ്. കുമ്പസാരക്കൂടിനെ പ്രണയിക്കുകയും വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെയും ദൈവം തളരുവാനോ തകരുവാനോ അനുവദിക്കുകയില്ല. അതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം വിശുദ്ധ കുർബാനയെക്കുറിച്ച് ആഴമായി പഠിക്കുവാനും വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെക്കുറിച്ച് വായിക്കുവാനും ചിന്തിക്കുവാനുള്ള സമയമായിട്ട് നമ്മൾ എടുക്കണം. അതുപോലെ വിശുദ്ധ കുർബാനയെ സ്നേഹിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ എന്നും അഭയം പ്രാപിക്കുന്ന വ്യക്തികളായി മാറുവാൻ ദൈവം നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഏവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.